മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ നിയമസഭാംഗവുമായ അഡ്വക്കേറ്റ് ഇ എം അഗസ്തി സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുന്നു. എഐസിസി പ്രവർത്തക സമിതി അംഗവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ തീരുമാനം എടുത്തതെന്ന് അഗസ്തി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. അരനൂറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് അവസാനമായി എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഡിസംബറിൽ അഗസ്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കട്ടപ്പന നഗരസഭയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നായിരുന്നു തീരുമാനം. ഇനി മുതൽ വേദിയിലുണ്ടാവില്ല, രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നായിരുന്നു കുറിപ്പ്. ഇടുക്കിയിലെ കോൺഗ്രസിന്റെ അവസാന വാക്ക് എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചു. സ്ഥിതിഗതികൾ വഷളായതോടെ അഗസ്തിയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നേതൃത്വം ആരംഭിച്ചു. രമേശ് ചെന്നിത്തലയെ KPCC ഈ ചുമതല ഏൽപ്പിച്ചു. AICC പ്രതിനിധി മധുസൂദനൻ മിസ്ത്രി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ അഗസ്തിയുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ഇടുക്കി ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പങ്കെടുക്കാൻ അഗസ്തിയോടൊപ്പം കോർ കമ്മിറ്റി അംഗങ്ങളായ MP ഡീൻ കുര്യാക്കോസ്, DCC പ്രസിഡന്റ് CP മാത്യു, KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ്, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് S അശോകൻ, ഇബ്രാഹിംകുട്ടി കല്ലാർ എന്നിവർക്ക് തിരുവനന്തപുരത്തെത്താൻ KPCC നിർദ്ദേശം നൽകി. ഇടുക്കി ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും UDFന്റെ പ്രകടനം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അഗസ്തിയുടെ തിരിച്ചുവരവ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.